അതെ, ഏത് പാട്ടും ഞങ്ങളുടെ മുഴുവൻ യുവത്വത്തിനെ ജ്വലിപ്പിച്ച് നിർത്തിയ ഗായകനാണ്. ഇപ്പോഴും ഞാനൊക്കെ ഇടയ്ക്ക് കാനഡയ്ക്ക് നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളെ ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. കുറച്ച് സമയം കൊണ്ട് ഞങ്ങളിവിടെ നിങ്ങൾ അങ്ങോട്ട് പോയ ഗ്യാപ്പിൽ നമ്മളൊരു സർപ്രൈസ് ഗസ്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ല, ഒരു കൂട്ടത്തിൽ നിന്ന് ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗസ്റ്റ് അല്ല, ഗിബിയ. യെസ് മാതുകുട്ടി, നമ്മൾ മൈജി ഒരുക്കുന്ന വാല്യൂ ആഡഡ് സർവീസസിൽ ഏറ്റവും ആദ്യം നമ്മൾ പോകുന്നത് മൈജി കെയറിലേക്കാണ്. സോ ഞാൻ ഏറെ സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യുകയാണ്. അതിന്റെ ഔപചാരികമായിട്ടുള്ള ലോഞ്ചിങ്ങിന് വേണ്ടി കൊച്ചിക്ക് വേണ്ടി മൈജി കെയറിനെ പരിചയപ്പെടുത്തുന്നു. ഇറ്റ്സ് മൈജി ഫ്യൂച്ചർ കൊച്ചി എപ്പിക് ഷോറൂമിൽ ഇതാദ്യമായി മൊബൈൽ സർവീസ് ചെയ്യാം 1 year വാറന്റിയോട് കൂടി. ഇറ്റ്സ് മൈജി കെയർ. കൊച്ചിക്ക് വേണ്ടി മൈജി എപ്പിക് ഷോറൂമിൽ ആദ്യമായി പരിചയപ്പെടുത്തുന്നു. മൊബൈൽ സർവീസ് ചെയ്യാം ഇനി വാറന്റിയോട് കൂടി. മലയാളത്തിന്റെ സ്വന്തം താരങ്ങളും കൊച്ചുവേദിയിൽ വലിയൊരു ആവേശം. മഞ്ജു ചേച്ചിയും ആസിഫിക്കയും തന്നെ ആദ്യമായിട്ടാണ് ഒരുമിച്ച് ഒരു ഇനോഗ്രേഷൻ തന്നെ. MG സാറിന്റെ കൂടെ എനിക്ക് തോന്നുന്നു ഈ ഒരുപാട് കാലമായിട്ട് ഇപ്പൊ മൈജിയുടെ ഒപ്പം എന്തോ രണ്ട് വാക്ക് സംസാരിച്ച പറ്റും. ഒന്ന് ഫ്രണ്ടിലേക്ക് വെക്കോ സാർ പ്ലീസ്. വളരെ സന്തോഷം തിരക്കുകൾക്കിടയിലും ഷാജി സാറിന്റെ ക്ഷണം സ്വീകരിച്ച് ഈ ദിവസത്തിന്റെ ഭാഗമായതിന്. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഷോറൂം ഓപ്പൺ ആണ് കേട്ടോ ഈ സമയം മുതൽ. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഷോറൂം ഈ സമയം മുതൽ ഓപ്പൺ ആണ്. റൈറ്റ് MG സാർ, സുഖമായിട്ടിരിക്കുന്നോ? ഷാജി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് വർഷങ്ങളായിട്ട്. കൺഗ്രാജുലേഷൻസ്. ഇതിൻ്റെ മെറൈൻ ഡ്രൈവിൻ്റെ ഹൃദയഭാഗത്ത് മൈജി തുടങ്ങിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഞാൻ മിക്കവാറും ഷാജിയെ കാണുമ്പോൾ പറയാറുള്ളൊരു കാര്യമുണ്ട്. മൈജി എന്ന് പറയുമ്പോൾ ഇടയ്ക്കൊരു വൈ ഉണ്ട്, മൈ ജി. സോ വൈ ദിസ് വൈ? MG ആണെന്നുണ്ടെങ്കിൽ മിനിമം ഗ്യാരണ്ടിയാണ്. പക്ഷേ മൈജി ഈസ് എ മാക്സിമം ഗ്യാരണ്ടി. ഓക്കെ, ഇത്രയും പോലെ. ഞാൻ സംസാരിക്കണമെന്ന് ചോദിച്ച ആളാണ്. കണ്ടന്റ് ക്രിയേറ്റേഴ്സ്